മേപ്പിൾ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഹലോ ഗൈസ്, ദിസ് ഈസ് ഡേ 2. അപ്പോൾ ഇന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഡോം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അവിടെ ഇഷ്ടം പോലെ സ്ഥലം അതിനകത്ത് കാണാനായിട്ടുണ്ട്. അപ്പം അഖിലാണെന്നുണ്ടെങ്കിൽ 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. 11 മണി കറക്റ്റ് തന്നെ എത്തിയത്. അപ്പം അതിൻ്റെ ഔട്ട് സൈഡ് ഭയങ്കര ഹ്യൂജാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതിനകത്ത് പെൻഗ്വിൻസ്, അന്റാർട്ടിക്ക പോലത്തെ സ്ഥലങ്ങൾ, റെയിൻ ഫോറസ്റ്റ് അങ്ങനത്തെയൊക്കെ എൻവയോൺമെൻറ്റ് പക്കയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ആരും പേടിക്കേണ്ട, ഫ്രഞ്ചാണ്. ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടോ? ഇവിടെ എത്തിയപ്പോൾ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ ഒരേപോലെയൊക്കെ തോന്നുന്നു. ബയോഡോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എൻഡേഞ്ചേർഡ് ആകാൻ പോകുന്ന സ്പീഷീസിനെ ഇവർ അതിൻ്റെ എക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറി നേരെ വരുമ്പോൾ തന്നെ നമ്മളിതാ സൈൻ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കഷ്ടാലത്തിന് അതും ഫ്രഞ്ചാണ്. പക്ഷേ നമ്മളകത്ത് സ്കാൻ ചെയ്ത് കയറുന്ന സമയത്ത് ഇവരൊരു കാറ്റലോഗ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് മേപ്പിൾ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, സബ്പോളാർ റീജിയൻസ്, ഗൾഫ് ഓഫ് ലോറൻസ്, ഇതിൽ കറക്റ്റ് മാപ്പുണ്ട്. റെയിൻ ഫോറസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് റെയിൻ ഫോറസ്റ്റിൻ്റെതാണ്. ഇത് വേറെ ഏതോ എൻട്രൻസ് ആണ്. ഇത് സബ്പോളാറാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് മൊത്തം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. സബ്പോളറിലാണ് പെൻഗ്വിൻസ്, ഞാൻ പറഞ്ഞില്ലേ, പെൻഗ്വിൻസിൻ്റെ എൻവയോൺമെൻറ്റ് മൊത്തത്തിലുണ്ട്. പയ്യെ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങും. ഫസ്റ്റ് കയറാൻ പോകുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ചെറിയൊരു ഗ്ലിംസ് കിട്ടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാട്ടിനകത്ത് കയറിയിട്ടല്ല വിഷയം. എൻ്റെ മണ്ടയിൽ എന്തൊരു കാണിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ മഴ, ഗോൾഡൻ ലാൻഡ് ചേമ്പർ, നല്ല ക്യൂട്ട് കേട്ടോ. ഭയങ്കര ഒരു യെല്ലോ അനാക്കൗണ്ട ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഏതൊക്കെ ടൈപ്സ് ഫിഷ്, പിന്നെ ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഒരു ഫ്രോഗ്, അത് മാത്രം തന്നെ ഉണ്ടായിരുന്നു. അത് പക്ഷേ അതിനകത്ത് വെട്ടമില്ല, അതുകൊണ്ട് വൃത്തിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെന്താ വവ്വാല്, ഏതോ ടൈപ്പ് വവ്വാലൊക്കെ അത് തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. ഇതാ സാധനം പുക. 3 ഉണ്ട്. 1 2 3 ഗുഡ്. അപ്പോൾ അതിനകത്ത് ഏതോ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തോ ക്യാറ്റ് ഫിഷാണ്. ഫിഷ് ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് സാധനം. അതിന് മുഖത്ത് മീശയൊക്കെ ഉള്ള കണക്ക്. നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ കണ്ടുള്ള വരും മാത്രമേ ഉള്ളൂ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി. അതിനകത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇതായിപ്പോയി, ഭയങ്കര ഉഷ്ണമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ വിചാരിച്ചിട്ട് അടുത്തെവിടെ സബ്പോളാർ റീജിയൻ, അതിനകത്താണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. രക്ഷയില്ലാത്ത ഇത് ഐസ്, പ്യൂർ ഐസ്, ഇഗ്ലൂ ഒക്കെ സെറ്റ് വെച്ചിട്ടില്ലേ, അതേപോലെ പ്രോപ്പർ സാധനം. സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള എന്തോ സിനിമകളിൽ പെൻഗ്വിൻസ് ആൻഡ് മഡഗാസ്കർ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു സെക്ഷനാണ്. അപ്പുറത്ത് വേറൊരു സെക്ഷനുണ്ട്. എല്ലാ പെൻഗ്വിൻസ് ഫസ്റ്റ് ഞാൻ പോകും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കയ്യിൽ ഒരു ടാഗുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്തൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ അത്യാവശ്യം എൻഡേഞ്ചേർഡ് ആകാൻ പോകുന്ന ടൈപ്പ് പെൻഗ്വിൻസും കാണാം. ഈ മുകളിൽ ഇതൊക്കെ ഉള്ളത്. ഈ ഇവിടുത്തെ പില്ലറിലൊക്കെ ഏതൊക്കെയാണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അനക്കൊന്നുമില്ല. ഈ സാധനം ആക്ച്വലി ഭയങ്കരമായിട്ട്
എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് സോ. എന്തോ അറ്റ്ലാന്റിക് പഫിൻ അങ്ങനെ എന്തോ ആണ് ഈ ഐറ്റത്തിൻ്റെ പേര്. മെപ്പിൾ ഫോറസ്റ്റ് ആണ് അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. വേവൻ പിന്നെ ചാടിയോ എവിടെ പോകും. ഇതിൻ്റെ ഓട്ടം ഇതാണ് കേട്ടോ സാധനം. Otter. That's an otter. സോ ഇതാണ് അമേരിക്കൻ ബീവർ. നേരെ വേണം കണ്ടുകൂടെ. ഇവരല്ലേ മറ്റേ ഈ തടിയൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കണേ ഡാം പോലെ സെറ്റ് ചെയ്യണം. അത് ഈ ടീമാണ് കേട്ടോ. അത് ഈ ടീമാണ്. ഇവിടെ ഭയങ്കര ചൂടില്ല കേട്ടോ. ഓക്കെ ഭയങ്കര തണുപ്പല്ല, ഭയങ്കര ചൂടില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. എന്തോ ഒരു ടൈപ്പ് മാനുണ്ടല്ലോ, അതിൻ്റെ ഇതുപോലെ ഒറിജിനലാണോ അതോ ഫേക്കാണോ എന്ന് അറിഞ്ഞുള്ളൂ. ഗൈസ് ആ കിടക്കുന്ന നേരത്തെ അറിയാമോ, ഇതാണ് റാക്കൂൺ അഥവാ നമ്മൾ മാർവലിൻ്റെ ഫാനായിട്ട് പെട്ടെന്ന് റോക്കറ്റ് എന്ന് ഓർമ്മമാരുള്ളൂ. ഇത് റാക്കൂണാണ് കേട്ടോ. അവരാണ്, അവരുടെ സെക്ഷനാണ്. കുറച്ച് നേരത്തെ നമ്മൾ ബീബറിൻ്റെ ഒരു സെക്ഷൻ കണ്ടിരുന്നില്ലേ, അപ്പോൾ അതിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കണ്ടുകൂടായിരുന്നല്ലോ. അതിൻ്റെ അണ്ടർ വാട്ടർ വ്യൂ ആണ് ആക്ച്വലി. ഇത് ആ ബീബറിൻ്റെ ബാക്കാണ് കേട്ടോ. കുറച്ച് ഫിഷ് കാര്യങ്ങളൊക്കെ. അയ്യോ മറ്റേ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് സ്പ്രേ ചെയ്യുക. വേറെ ആംബിയൻസ് ആയിട്ട്. ഇപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് നേരെ പോകുന്നതല്ല ലാസ്റ്റ് സെക്ഷനായ നമുക്ക് മറ്റേ അക്വേറിയമാണ്, മറ്റേ അണ്ടർ വാട്ടറിലുള്ള മീനെ കാണാൻ. മറ്റേ അത് മറൈൻ സെക്ഷൻ, അത് ഗൾഫ് ഓഫ് സെൻറ്റ് ലോറൻസ്. അതാണ് സെൻറ്റ് ലോറൻസ്, അതാണ് അതിൻ്റെ പേര്, ഗൾഫ് ഓഫ് സെൻറ്റ് ലോറൻസ്. വയസ്സായ ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊച്ചു കുട്ടി. ഡോൺ കിൽ ദ ചൈൽഡ് ഇൻ യു എന്നാണല്ലോ. എവിടെ നമ്മൾ പറഞ്ഞ വലിയ ഫിഷ് അണ്ടർ വാട്ടർ എന്നുള്ള രീതിയിൽ കണ്ടത് ഇവിടെ ഫുൾ വ്യൂല് കാണാൻ പറ്റും. അത് തന്നെയാണ് സെറ്റപ്പ്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. അയ്യോ ശരി. ക്രാബ് തന്നെ പായലൊക്കെ പോയിട്ടില്ല, 3 വർഷമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും പാവം. ഇതാ സാധനം സ്റ്റാർ ഫിഷ്. ഈ സാധനം ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. ഇത് ആക്ച്വലി കീപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സ്പീർ പോലത്തെ ഒരു സാധനത്തിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് കീപ്പ് ചെയ്തേക്കുന്നത്. കൊള്ളാം കേട്ടോ. വേറെയും ഞണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇരിക്കുന്ന വലിയൊരു സ്റ്റാർ ഫിഷ്. ഇവിടെ വേറെ സാധനങ്ങൾ അതാണ് ഫിഷ്. അതിൽ നിന്ന് എക്സിറ്റ് എടുത്ത് വരുമ്പം അതിന്റെ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ടോപ്പ് വ്യൂവില് നമ്മൾ പോകുന്ന വഴിക്കുള്ള സംഭവം കുറച്ചുകൂടെ വെട്ടം കൊള്ളുന്ന കുറച്ച് വൃത്തിക്കാണ്. എല്ലാ സാധനങ്ങളും കുറച്ച് സൈസും ഉണ്ട്. ഷാർക്സിന്റെ സൈസും ഉണ്ട്. അത് ലോബ്സ്റ്ററിന്റെ ഷെല്ലാണെന്ന് തോന്നുന്നു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഓതന്റിക് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. നേരത്തെ ഒരു മറ്റേ മാനിന്റെ പോലത്തെ ഒരു കൊമ്പിന്റെ സാധനം കാണിച്ചിരുന്നില്ല, അതും ഓതന്റിക് ആയിരിക്കുന്നു. അങ്ങനല്ലേ ഷെല്ലൂരി കളഞ്ഞിട്ട് പോകും. ഇതൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ, നല്ല വലുതായിരുന്നു. എനിക്ക് വന്ന് അവിടെ വെച്ച് ചെറുതായിട്ട് ബ്രീഡ് എല്ലാം ചെയ്തിട്ട് ഇപ്പുറത്തൊക്കെ മാറ്റണായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഇതിലൊക്കെ ഉള്ളതിലെല്ലാം നല്ല സൈസ് ഉണ്ട്. ആ പോണു വലുത് കാണാൻ പറ്റും. അതാ പോണു മറ്റേ വലിയ ഫിഷിലോ പോകും. ഇതാണ് ടോപ്പ് വ്യൂ ഇതിൻ്റെ. പിന്നെ ഇതാ പയ്യെ എക്സിറ്റ് അടിക്കുകയാണ്. 4 സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് അടിച്ച് പോവുകയാണ്. ഇനി ഫുഡ് അടിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് നോക്കണം, കാരണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ പരിപാടി നോക്കിയിട്ട് ബാക്കിയാണ്. പക്ഷെ ബയോഡോം കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് ആകാൻ പോകുന്ന അല്ലെങ്കിൽ ഉടനെ തന്നെ നശിക്കാൻ സാധ്യതയുള്ള സ്പീഷീസുകളാണ് ഇവരിവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അങ്ങനെ അതിനപ്പുറത്തേക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇതിലുള്ള സാധനങ്ങൾ ഇതിലുണ്ട്, അത്ര തന്നെയാണ്. വേറെ സാധനമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഫുള്ളായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ഇതിൽ വേറെ സംഭവമുണ്ട്.
ഇതിൽ നമ്മളിപ്പം ബയോഡോം മാത്രമാണ് കയറി. ഇതിനടുത്ത് തന്നെ പ്ലാനറ്റോറിയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ സംഭവമുണ്ട്. അത് മാപ്പിലുണ്ട്, ഞാൻ കാണിച്ചത്. ഇതാ നമ്മൾ ആക്ച്വലി അതാ ബയോഡോം നമ്മൾ പോയി. ബാക്കി ഇത്രയും സ്ഥലമുണ്ട്. ഇത് ആക്ച്വലി വലിയ ഗുണമില്ലെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമ്മൾ ബയോഡോമിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം കൂടെ ഒറ്റയ്ക്ക് എടുക്കാനും പറ്റും, ഒറ്റയായിട്ട് എടുക്കാനും പറ്റും. പക്ഷെ നമ്മൾ ബയോഡോം മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. ഫുഡിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അഖിലും ഹരിപ്പയും പോയിട്ടുണ്ട്. ഇവിടെ മറ്റേ കൂടുതലും നമ്മുടെ നോർമൽ ഫുഡ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെനുവൊക്കെ കുറച്ച് ആക്ച്വലി കൂടുതൽ അറിയാമെന്നുള്ള അവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ പോയേക്കുവാണ്. അവരും കൂടെ പോയി നോക്കിയിട്ട് വരട്ടെ എന്താണ് കഴിക്കാൻ കിട്ടണമെന്ന്. ഇല്ലടാ, ചെറുക്കം കുറച്ച് ടയർഡായിപ്പോയി. മറ്റേ ട്രോപ്പിക്കലിൽ കയറിയപ്പോൾ കാരണം ഭയങ്കര ചൂടും ഉഷ്ണമായിപ്പോയി. അങ്ങനെ കുറച്ച് കടുത്തു. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ടെമ്പറേച്ചർ ഒക്കെ ആയിരുന്നു. ഇതാണ് എടുത്തിട്ട് വന്ന ഫുഡ്. ഇത് സ്പിഗറ്റി ആൻഡ് മീറ്റ് ബോൾസ്. ഇത് ഞാൻ എടുത്തത് യോഗർട്ട്. അവളും സെയിം സാധനം തന്നെ. ഒരു സൂപ്പ്, ബ്രെഡ്. അവനും ഓൾമോസ്റ്റ് സെയിം സാധനം തന്നെ എടുത്തിട്ട് വന്നത്. സൂപ്പ് ബ്രൊക്കളി അല്ലേ, ബ്രൊക്കളി. അതാകുമ്പോൾ അവനും കഴിക്കാം. അങ്ങനെ ഇത്രയും സാധനം എടുത്തിട്ട് വന്നത്. സോ ബയോഡോമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പയ്യത തിരിച്ചിറങ്ങി ഫുഡെല്ലാം കഴിച്ചു. വയറ് നിറഞ്ഞു. ഫുഡും കൊള്ളാറ്, നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ ഇനി നേരെ ഇപ്പോൾ എത്ര മണി 2:25 11 മണിക്ക് വന്ന് ഇത്രയും നേരെ ഇതിനകത്തായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുക. വീട്ടിൽ ഇവിടെ നിന്നൊരു എയർബിഎൻബി ഒരു ഇത്ര അരമണിക്കൂർ എന്തോ ഉണ്ട്. അവിടെ പോവുക, കുറച്ച് റെസ്റ്റ് ചെയ്യുക. വൈകുന്നേരമാണ് വേറെ ചർച്ചുണ്ട് അവിടെ, മറ്റേ എന്തോ ഓറ അങ്ങനെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. അത് അത്യാവശ്യം നൈസാണ്. വൈകുന്നേരം അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ബയോഡോമിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്.